വളരെ ഗൗരവമായി ചർച്ച നടക്കുന്ന ഒരു വേദിയാണിത്. വിദഗ്ധ അഭിപ്രായം പറയാൻ കഴിയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർ സദസ്സിലേക്ക് നോക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തിൽ കേൾക്കാൻ തൽപരരായ സജ്ജനങ്ങൾ, നിങ്ങൾക്ക് മുമ്പിൽ ചില കാര്യങ്ങൾ മാത്രം പറയാൻ ഉള്ള സമയമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടും അതാണ് യുക്തി എന്നുള്ളതുകൊണ്ടും വളരെ കുറച്ച് മാത്രം സംസാരിക്കാൻ ശ്രമിക്കാം. ജനാധിപത്യത്തിൻ്റെ മുഖ്യ ഘടകങ്ങളിലൊന്ന് മാധ്യമങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്ന ചെറുതും വലുതുമായ വിവരങ്ങൾ അത് ജനങ്ങൾ അറിയേണ്ടതാണ് എന്ന് തോന്നുന്നത് ശേഖരിച്ച് അവതരിപ്പിക്കുന്ന ധർമ്മമാണ് മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്. അത് ഒരു കർമ്മമാണ്, ഒപ്പം തന്നെ അതൊരു ധർമ്മവും കൂടിയാണ്. ഈ ധർമ്മവും കർമ്മവും ചേർന്ന് പോകുന്ന, സുഗമമായി പോകുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി പോകുന്ന, രാജ്യത്തെയും വ്യക്തിയെയും സമൂഹത്തെയും പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. കാലക്രമത്തിൽ മാധ്യമത്തിൻ്റെ പ്രവർത്തനം അച്ചടി മാധ്യമത്തിൽ നിന്ന് ശബ്ദത്തിലേക്കും ദൃശ്യത്തിലേക്കും അതിനപ്പുറത്തേക്ക് ആധുനിക സംവിധാനങ്ങളിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഇന്ന് നാം ഇവിടെ മാധ്യമ വിചാരം നടത്തുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമത്തെ വിചാരണ ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് ശരിയോ, ചെയ്യുന്നത് ഇത്രമാത്രം മതിയോ, ചെയ്യുന്നതിൻ്റെ വഴി ശരിയാണോ, ഇത് തന്നെയാണോ തുടരേണ്ടത് എന്നുള്ള ചിന്തകൾ ഞങ്ങളുടെ ഭാഗത്തും നടക്കുന്നുണ്ട്. ഞങ്ങൾ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഭാഗത്തും നടക്കുന്നുണ്ട്. മാധ്യമത്തെ ആശ്രയിക്കുന്ന, മാധ്യമത്തെ അനുസരിക്കുന്ന, മാധ്യമത്തെ അനുശീലിക്കുന്ന ആളുകൾക്കും അവരുടെ ഇടയിലും നടക്കുന്നുണ്ട്. എല്ലാവരും പൊതുവെ സമ്മതിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ കാലത്തെ മാധ്യമങ്ങളുടെ പോക്ക് ശരിയല്ല എന്നുള്ളതാണ്. ആ അഭിപ്രായത്തിൽ ഞങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, എവിടെ ഇതിനൊരു വിരാമമിടാം, എവിടെ ഇതിനൊരു തിരുത്തൽ നടത്താം എന്നുള്ള ചിന്ത, ആ ചിന്തയ്ക്കാണ് ഒരുപക്ഷെ കൂട്ടായ നമ്മളുടെ ഈ ചിന്തകളും ഈ സദസ്സും അതിനാണ് ഉപകരിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ജനാധിപത്യത്തിലെ ഒരു ഇടനിലക്കാരാണ് മാധ്യമങ്ങൾ. സംവിധാനങ്ങളുടെയും നിയമ സംവിധാനങ്ങളുടെയും ഭരണഘടനയുടെയും അതിൻ്റെ നിർവഹണത്തിൻ്റെയും ഒക്കെ ഒരു വലിയ വിഭാഗം, അധികാരം എന്ന് പറയുന്നത് അവകാശമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വലിയ വിഭാഗം, ഭരിക്കപ്പെടേണ്ടവരും ഭരിക്കുന്നവരും എന്ന് രണ്ട് വിഭാഗം, ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു ഇടനിലക്കാരാണ് മാധ്യമങ്ങൾ. ആ ഇടനിലക്കാരൻ്റെ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് നാം ഈ പറയുന്ന സനാതന ധർമ്മവും മാധ്യമവും എന്ന വിഷയം ഉണ്ടാവുന്നത്. ധർമ്മം എന്ന് പറയുന്നത് സനാതനമാണ്, അധർമ്മത്തിനാണ് ഒരിക്കലും നിലനിൽപ്പില്ലാത്തത്. പക്ഷേ എന്തുകൊണ്ട് സനാതന ധർമ്മം എന്ന വിശേഷണം ഉണ്ടാവുന്നു എന്നുള്ള ചോദ്യം പോലും ധർമ്മത്തിലും കള്ളനാണയങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ്. ധർമ്മത്തിൻ്റെ വേഷം ധരിച്ച് നടക്കുന്ന അധർമ്മ പ്രവർത്തനങ്ങൾ, അതുകൊണ്ടാണ് സനാതന ധർമ്മം എന്ന് പറയേണ്ടി വരുന്നത്. പ്രസിദ്ധനായ ചിന്തകനും ദേശീയവാദിയുമായിരുന്ന ദത്തോപാന്ത് ഠേങ്കഡ്ജി അദ്ദേഹം ഒരിക്കലൊരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, വാർധയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ആഘോഷത്തിൽ അവിടെ വാർധയിൽ നിന്നുള്ള നെയ്യ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് നെയ്യ് കച്ചവടം നടത്തുമായിരുന്നു. ശുദ്ധമായ പശുവിൻ്റെ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നെയ്യ്. കുറേ കാലം കഴിഞ്ഞ സമയത്ത് അതേ സ്ഥാനത്ത് അതേ കടയുടെ മുമ്പിലുണ്ടായിരുന്ന ബോർഡ് വാർധയിൽ നിന്നുള്ള ശുദ്ധമായ നെയ്യ് എന്നായിരുന്നു. അടുത്ത കുറേ കാലം കഴിഞ്ഞപ്പോൾ വാർധയിൽ നിന്നുള്ള പരിശുദ്ധമായ നെയ്യ് എന്നായിരുന്നു. വിൽറ്റത് നെയ്യ് തന്നെയാണ്. ആദ്യം നെയ്യായിരുന്നു, രണ്ടാമത് വാർധയിൽ നിന്നുള്ള നെയ്യായി, മൂന്നാമത് ശുദ്ധമായ നെയ്യായി, നാലാമത് വാർധയിൽ നിന്നുള്ള പരിശുദ്ധമായ നെയ്യായി. ഇങ്ങനെ വിശേഷണങ്ങൾ ഉണ്ടാവേണ്ടി വരുന്നത് നെയ്യ് എന്ന് പറയുന്ന വസ്തുവിന് ഉണ്ടാകുന്ന അപജയമാണ്. അതിൽ മായം ചേർക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധമായ നെയ്യ് എന്ന ബോർഡ് വയ്ക്കേണ്ടി വരുന്നത്. ഇതുപോലെ മാധ്യമപ്രവർത്തനത്തിൽ പല കാലങ്ങളിലായി ഉണ്ടായിരിക്കുന്ന ചില അപജയങ്ങളുണ്ട്. ആ അപജയങ്ങളെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ
എങ്ങനെയാണ് മാധ്യമത്തിൻ്റെ ധർമ്മം നിർവഹിക്കപ്പെടേണ്ടത്. വാർത്ത എന്ന് പറയുന്നത് അത് പരിശുദ്ധമാണ്, വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് സ്വതന്ത്രമാണ് എന്നാണ് മാധ്യമപ്രവർത്തകർ ആഗോള വ്യാപകമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു തത്വം. പക്ഷേ വാർത്ത എന്താണ് എന്നുള്ള കാര്യത്തിനാണ് ഇപ്പോൾ ഡെഫിനിഷൻ ഉണ്ടാവേണ്ട ആവശ്യം വന്നിരിക്കുന്നത്, നിർവചനം വേണ്ടി വരുന്നത്. വാർത്ത സൃഷ്ടിക്കുന്ന കാലമാണിത്. വാർത്ത സംഭവിച്ച കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനപ്പുറത്തേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ സംഭവിച്ചതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതോ ആയ വാർത്തകൾ ഉണ്ടാകുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ രജതരേഖകളായി, അതിൽ നിന്ന് തിരുത്തൽ ശക്തികളായി ശരിയായ വാർത്തകളിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഒരു മാധ്യമ ധർമ്മ പ്രവർത്തനം ഇവിടെ രൂപപ്പെടുത്തേണ്ടതുണ്ട്, ആവശ്യമാണ് എന്നതിൽ സംശയമില്ല. അതെല്ലാ ആൾക്കാരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ മാധ്യമ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന കിടമത്സരങ്ങൾ, മാധ്യമ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ലാഭം തേടിയുള്ള പ്രവർത്തനങ്ങൾ മാധ്യമം മറ്റൊരു കച്ചവടം പോലെ ആയി മാറുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഏറ്റവും മുന്തിയ തരം വാർത്ത കൊടുക്കുക, ഏറ്റവും മേൽത്തരം വാർത്ത കൊടുക്കുക, വാർത്ത കൊടുത്ത് അതിലൊന്നാമനാകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വരിക്കാരെ സംഘടിപ്പിക്കുക, ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുക, അതിലൂടെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടാക്കുക, അതുവഴി തനിക്ക് ഏറ്റവും കൂടുതൽ പരസ്യം സമ്പാദിക്കുക, ധനം സമ്പാദിക്കുക എന്ന മാർഗത്തിലേക്ക് മാറിയപ്പോഴാണ് മാധ്യമ പ്രവർത്തനത്തിലുണ്ടായ നാം ഈ പറയുന്ന അപജയങ്ങൾ സംഭവിച്ചിരിക്കുന്നത്.